Good morning to all. ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നും കഴിഞ്ഞ 25-ാം തീയതി മിസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ, 12 വയസ്സാണ് പ്രായം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയെ നമ്മൾ ഇന്നലെ പൂനെയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു ഈ കുട്ടി വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടത്. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ കേസിൽ നടന്നത്. അന്ന് തന്നെ രാത്രി കേസ് രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് മണിക്കൂറുകൾക്കകം ഈ കുട്ടിയുടെ ലൊക്കേഷൻ, ആദ്യം ലൊക്കേഷൻ മംഗലപുരം ഭാഗത്ത് കിട്ടി. അപ്പോൾ തന്നെ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ, സതീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ നമ്മൾ മംഗലാപുരത്തേക്ക് അയക്കുകയുണ്ടായി. ഈ കുട്ടിയും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവും, ഇവരുടെ ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു ലൊക്കേഷൻ ഗോവയിൽ കണ്ടു. അങ്ങനെ നമ്മുടെ പോലീസ് ടീമിനെ ഗോവയിലേക്ക് അയച്ചു. പിന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ലൊക്കേഷൻ ധാരാവിയിലാണ് കണ്ടത്, മുംബൈ അടുത്ത്. അങ്ങനെ ധാരാവിയിലെത്തുമ്പോൾ, നമ്മുടെ പോലീസ് ടീം ധാരാവിയിലെത്തുമ്പോഴേക്കും പിന്നെ ഫോൺ സ്വിച്ചായി. പിന്നെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കുട്ടി കറങ്ങി നടക്കുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഗംഗാപ്രസാദിനെയും മറ്റൊരു സംഘത്തെയും വീണ്ടും ഗോവയിലേക്ക് അയച്ചു. അപ്പോഴേക്കും ഈ കുട്ടി ഈ യുവാവുമായിട്ട് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്ക് സൈബർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് ഇന്നലെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെയും കുട്ടിയുടെ കൂടെ സഞ്ചരിച്ച യുവാവിനെയും കസ്റ്റഡി എടുക്കാൻ സാധിച്ചു. ഇത് 12 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള കുട്ടി എന്നുള്ള നിലയിൽ വലിയൊരു ആങ്സൈറ്റി ആയിരുന്നു കുട്ടിയെ കിട്ടുന്നതുവരെ. ഈ കേസിലെ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിലും, കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടും മിക്കവാറും മണിക്കൂറുകൾക്കകം ഓരോ മണിക്കൂറുകളിലും തന്നെ വിളിച്ച് ഈ കേസിൻ്റെ പുരോഗതി വിലയിരുത്തുകയും അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. അതോടൊപ്പം ഫിഷറീസ് മിനിസ്റ്റർ 3-4 പ്രാവശ്യം നേരിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയും ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റ് സഹായങ്ങളൊക്കെ നൽകുകയുണ്ടായി. അങ്ങനെ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും എല്ലാം സഹായത്തോടുകൂടി നമുക്ക് വളരെ സേഫായിട്ട് ഈ കുട്ടിയെ ഇന്നലെ പൂനെയിൽ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ പോലീസിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്കിന്ന് ഈ കുട്ടിയെ ഇവിടെ നിന്ന് എത്തിക്കുന്നതായിരിക്കും.